നമസ്കാരം. കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻസ്, ജീവകങ്ങൾ എന്ന് പറഞ്ഞ് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആദ്യത്തെ ക്ലാസ് നമ്മൾ കെമിസ്ട്രിയിലെ ധാതുക്കളും അയിരുകളും എന്നുള്ള ഭാഗമാണ് എടുത്തത്. കമ്പനി ബോർഡ് LGS എന്നുള്ള പ്ലേലിസ്റ്റിൽ ഈ ക്ലാസ്സുകളെല്ലാം കാണും. കൂടാതെ VFAക്കും ഡിഗ്രി മെയിൻസിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് പോകുന്നത്. 90 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ്, ഫ്രീ ക്ലാസ്സുകളാണ്. ക്ലാസ് കാണാനായിട്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക. അതേപോലെ കമ്പനി ബോർഡ് LGSൻ്റെ ക്ലാസ്സിന് വേണ്ടി യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊള്ളുക. ക്ലാസ്സിലേക്ക് പോകാം. ജീവകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളുമുണ്ട്, ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളുമുണ്ട്. അപ്പം ജീവകങ്ങൾ അവരുടെ ലേയത്വം അനുസരിച്ച്, ലയിക്കുന്നതിനനുസരിച്ച് രണ്ടായി തരം തിരിക്കാനായിട്ട് പറ്റും. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് വിറ്റാമിൻ A, D, E, K. ADEK എന്ന് പറയുമ്പോൾ നമ്മൾ അടയ്ക്കെന്നൊക്കെ എന്ത് ചെയ്യും, കോഡിന് വേണ്ടി ഓർത്തിരിക്കും. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ Bയും Cയുമാണ്. ജലത്തിൽ ബിസിയാണ്, വെള്ളത്തിലൊക്കെ ജീവിക്കുന്നവർ ഭയങ്കര ബിസിയാണെന്ന് ആലോചിച്ചാൽ മതി. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ Bയും Cയുമാണ്. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഈ ഓരോ ജീവകങ്ങളെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടും പഠിക്കണം. ജീവകം A എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകമാണ് ജീവകം A അല്ലേ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ പറയും ഇലക്കറികളിലൊക്കെ ധാരാളമായിട്ട് എന്തുണ്ട്, വിറ്റാമിൻ A ഉണ്ട്. നമ്മുടെ കണ്ണിനും മുടിക്കുമൊക്കെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ജീവകം A കൂടുതലായിട്ടും ഇലക്കറികളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ജീവകമാണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിനാണ് ഈ വിറ്റാമിൻ A എന്ന് പറയുന്നത്. റെറ്റിനോൾ എന്നതാണ് ജീവകം Aയുടെ രാസനാമം, റെറ്റിനോൾ. ഇനി ഈ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത എന്ന രോഗം അപര്യാപ്തത രോഗമാണ്. ഇനി ജീവകം A സംഭരിക്കുന്നത് കരളിലാണ് ജീവകം A സംഭരിക്കുന്നത്. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇലക്കറികളിൽ നിന്നാണ് ഈ ഒരു വിറ്റാമിൻ A കിട്ടുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് ജീവകം Aയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മൾ എയെ കുറിച്ച് പഠിച്ചു. അടുത്ത ജീവകം D ആണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. അൾട്രാ വയലറ്റ് രശ്മികൾ എന്നാണ് കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന ജീവകമാണ് ജീവകം D എന്ന് പറയുന്നത്. പച്ചക്കറികളിൽ നിന്നൊന്നും ലഭിക്കാത്ത ജീവകമാണ് നമുക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്നതാണ്. സൺഷൈൻ വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം D ആണ്. കാൽസിഫെറോൾ എന്നതാണ് രാസനാമം, കാൽസിഫെറോൾ. ഇനി ഇതിൻ്റെ അപര്യാപ്തത രോഗം എപ്പോഴും ചോദിക്കാറുണ്ട്. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നതാണ് ജീവകം Dയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഇനി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണമൊക്കെ ജീവകം Dയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. അടുത്ത ജീവകം E. ഇതെല്ലാം തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് കേട്ടോ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം E ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജീവകം E ആണ്, ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം. ഇനി ഇതിൻ്റെ രാസനാമം ടോക്കോഫെറോൾ എന്നതാണ് ജീവകം Eയുടെ രാസനാമം. അപര്യാപ്തത രോഗം വന്ധ്യതയാണ് ജീവകം Eയുടെ അപര്യാപ്തത രോഗം. എന്താണ് ഈ ജീവകം Eയുടെ ധർമ്മം എന്ന് പറയുന്നത്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആഗിരണമാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ജീവകം E ആണ്. ഇനി നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന ഒരെണ്ണവും കൂടെ പഠിക്കാനില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, K. ജീവകം K മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ്. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മുറിവുണ്ടാകുമ്പോൾ ഇങ്ങനെ രക്തം വാർന്നു പോകും. അപ്പോൾ തടയുന്ന വിറ്റാമിനാണ് ജീവകം K എന്ന് പറയുന്നത്. ജീവകം Kയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ് എന്ന് ചോദിച്ചാൽ പ്രോത്രോംബിനാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഫില്ലോക്വിനോൺ ആണ് ഇതിൻ്റെ രാസനാമം. ഫില്ലോക്വിനോൺ ആണ് ജീവകം Kയുടെ രാസനാമം. ഇനി ജീവകം Kയുടെ അപര്യാപ്തത മൂലം രക്തസ്രാവവും ഹീമോഫീലിയയും ഉണ്ടാകും. മുറിവിൽ നിന്ന് അമിതമായിട്ട് രക്തം പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പ്രധാന ധർമ്മം ചോദിക്കുകയാണെങ്കിൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളെ പരിചയപ്പെടാം. ജലത്തിൽ ലയിക്കുന്നത് ആദ്യം ജീവകം B.
തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1. ജീവകം ബിക്ക് തന്നെ പല വകഭേദങ്ങളുണ്ട്. അതിൽ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ജീവകം B1 ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ്. ജീവകം B7 ആണ് വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത്. അമിത മദ്യപാനികൾക്ക് നൽകുന്നത് B1 ആണ്. ഇനി നമുക്ക് രാസനാമങ്ങൾ നോക്കാം. അപ്പം ബിയിലെ B1ൻ്റെത് തയാമിൻ, ഇമ്പോർട്ടൻ്റ് ആണ്. B1 തയാമിൻ. B2 റൈബോഫ്ലാവിൻ, B2ൻ്റെ രാസനാമം റൈബോഫ്ലാവിൻ. ഇനി വിറ്റാമിൻ B3യുടേത് നിയാസിൻ. B5 പാൻറ്റോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. ഇതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നോട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. B7 ആണ് ബയോട്ടിൻ ആണ് B7. നമ്മളിവിടെ പറഞ്ഞല്ലോ എന്താണ് വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് പറഞ്ഞു. B7 ആണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ രാസനാമം എന്താണ്? ബയോട്ടിൻ. ഇനി B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാലമിൻ. അപ്പോൾ ഇത്രയും വൈറ്റമിനുകളുടെ രാസനാമങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അപര്യാപ്തത രോഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. വൈറ്റമിൻ B1ൻ്റെ അപര്യാപ്തത മൂലം ബെറി എന്ന രോഗമാണ് ഉണ്ടാകുന്നത്. B1 ബെറി. B3 പെല്ലഗ്ര എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. B3 പെല്ലഗ്ര. B9ൻ്റെ അപര്യാപ്തത രോഗമാണ് വിളർച്ച. അതുപോലെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, വിളർച്ചയും മെഗലോബ്ലാസ്റ്റിക് അനീമിയയും. B12 പെർണീഷ്യസ് അനീമിയ. B12ൻ്റെ അപര്യാപ്ത രോഗമാണ് പെർണീഷ്യസ് അനീമിയ. ഇനി ബിയുടെ പ്രധാനപ്പെട്ട ധർമ്മം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ധാന്യകം, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, അതുപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം തുടങ്ങിയവയാണ് ധർമ്മം. ധാന്യകവും പ്രോട്ടീനും ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുക, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. ഇനി ജീവകം C ആണ് കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ ജീവകം. ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ വിറ്റാമിൻ C നീരാവിയിൽ ലയിക്കുന്നു. അപ്പോൾ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം C ആണ്. ആഹാരപദാർത്ഥങ്ങളൊക്കെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം C ആണ്. ഇത് നീരാവിയിൽ ലയിക്കും, അങ്ങനെ നഷ്ടപ്പെടും. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് അറിയപ്പെടുന്നത്. സ്കർവി ആണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗം. രാസനാമം അസ്കോർബിക് ആസിഡ്. പ്രധാന ധർമ്മം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെയൊക്കെ ആരോഗ്യമാണ്. ആരോഗ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബേസ് ക്ലാസ്സുകൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. കാരണം ആദ്യമായിട്ട് ഈ പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്യുന്ന ഉറപ്പിൽ മെയിൻസിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഈ ക്ലാസ്സുകൾ ഒരുപാട് ഉപകാരപ്പെടും. വരും ക്ലാസ്സുകളിൽ നമ്മൾ SCRT ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കമ്പനി ബോർഡ് LGS ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ പഠിക്കും കേട്ടോ. ഉറപ്പായിട്ട് 2027 ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് തുടങ്ങിക്കോളാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കാണും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്